ഈ ഫിയർ ഓഫ് പബ്ലിക് എന്നുള്ളത് ജഡ്ജ്മെന്റിനെ ബാധിക്കാറുണ്ടോ? ഫിയർ ഓഫ് പബ്ലിക് എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യുന്ന മാധ്യമങ്ങൾ അല്ലെങ്കിൽ നവമാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ അതീവ രഹസ്യ സ്വഭാവത്തിൽ വിചാരണ നേരിടേണ്ട അല്ലെങ്കിൽ അന്വേഷണം നടക്കേണ്ട ഒരു ഏരിയയാണ്. അത് നമ്മുടെ നിയമത്തിൽ തന്നെ നേരത്തെ IPC CRPC അല്ലെങ്കിൽ ഇപ്പോൾ BNSS പോലെയുള്ള പുതിയ നിയമത്തിലേക്ക് കടന്നപ്പോഴോ ഇതിനൊന്നും യാതൊരു മാറ്റവും. ഇപ്പോൾ പുതിയ നിയമത്തിലേക്ക് കടന്നപ്പോൾ അതിന് കുറച്ചും കൂടി ശക്തി ആർജിച്ചു എന്ന് വേണം പറയാൻ. അപ്പോൾ അന്വേഷണ വേളയിൽ വിക്ടിമിൻ്റെ പേര് പുറത്തു പോകാൻ പാടില്ല. അന്വേഷണ വേളയിൽ വിക്ടിമിൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യുന്ന ഒന്നും തന്നെ പുറത്തു പോകാൻ പാടില്ല എന്ന കർശന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ കർശന നിയമമുണ്ട്. വിചാരണ വേളയിലും ഇതേ രീതിയിൽ തന്നെയാണ് ആ ഒരു പ്രൊട്ടക്ഷൻ അവർക്ക് കിട്ടുന്നത്. വിചാരണ അടച്ചിട്ട മുറിയിൽ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് എന്ന് പറയുന്ന രീതിയിലാണ് നടത്തപ്പെടുന്നത്. അപ്പോൾ ഈ രഹസ്യ സ്വഭാവത്തെ മറികടന്നുകൊണ്ട് ഇത്രയധികം ഇൻഫർമേഷൻസ് എങ്ങനെയാണ് ഈ പബ്ലിക്കിലേക്ക് പോകുന്നത്? ഈ മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ നവമാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുന്ന ഈ വക്കീലിന് ഈ രഹസ്യ സ്വഭാവത്തിൽ നടക്കുന്ന വിചാരണയെക്കുറിച്ച് എത്രത്തോളം ആധികാരികമായി പറയാൻ കഴിയും? അത് മനസ്സിലാക്കാതെ പോകുന്നതാണ് പബ്ലിക് ഫിയർ കൂടാനുള്ള ഒരു കാര്യം. ഈ ചാനലുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാധ്യമങ്ങളിൽ നടക്കുന്ന ഈ ചർച്ചകളും അതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളുമെല്ലാം വിശ്വാസത്തിലെടുക്കാൻ പബ്ലിക് കാണിക്കുന്ന ഒരു ധൈര്യം അല്ലെങ്കിൽ അവർ ആ വിശ്വാസത്തിലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, അത് ഈ ഒരു കാര്യം കൂടി ഒന്ന് കൂട്ടി വായിക്കണം. രഹസ്യ സ്വഭാവമുള്ള കേസിൻ്റെ ഇത്രയധികം വിവരങ്ങൾ പുറത്തു വരുന്നു, നിയമം അവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു, വിക്ടിമിന് എന്ത് പ്രൊട്ടക്ഷനാണ് ഇവിടെ കിട്ടുന്നത്? അപ്പോൾ പബ്ലിക് ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിൽ ഒരു സൈഡിൽ കൂടി നടക്കുമ്പോൾ ഇവിടെ സുതാര്യമായ രീതിയിലുള്ള അന്വേഷണങ്ങൾ, വിചാരണകൾ എന്നിവയാണ് തടസ്സപ്പെടുന്നത്. ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചല്ലോ, ജുഡീഷ്യറി ഒരു പരിധിവരെ പേടിക്കുന്നുണ്ടോ? അതായത് മോറൽ കൺവിക്ഷൻ എന്ന വാക്ക് നമ്മൾ എത്രയോ നാളുകളായിട്ട് കേൾക്കുന്നുണ്ട്. ഒരു കേസിന് ആസ്പദമായ വിഷയം നടക്കുമ്പോൾ ആ കേസിന് ജനങ്ങൾക്കിടയിൽ ഒരു മുൻവിധി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ആ വിധിയെ അടിസ്ഥാനപ്പെടുത്തി അല്ലാതെ ഒരു വിധിന്യായം പുറപ്പെടുവിച്ചാൽ അത് എങ്ങനെയായിരിക്കും ജനങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ള ഭയത്തോടു കൂടി ജുഡീഷ്യറി അല്ലെങ്കിൽ ജുഡീഷ്യൽ സിസ്റ്റം ഒരു വിധിന്യായം പുറപ്പെടുവിക്കുന്ന ഒരു അവസ്ഥ, അതല്ലേ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ? ആ ഭീകരാവസ്ഥ ഇല്ലാതാക്കാനായിട്ട് നിയമം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും അതിന് കഴിയുന്നില്ല. അതായത് ജുഡീഷ്യൽ സിസ്റ്റത്തിനേക്കാളും എത്തിക്കലായിട്ട് ആൾക്കാർ ചിന്തിച്ചിട്ടാണ്, അതെ മോറലായിട്ട് ചിന്തിച്ചിട്ടാണ് പറയുന്നത്, മോറലായിട്ട് ചിന്തിച്ചിട്ടാണ് പ്രവർത്തിക്കേണ്ടി വരുന്നത്. അത് ഇല്ലാതെ ചെയ്യുന്ന വിധിന്യായങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ രണ്ട് വർഷത്തെ കാലഘട്ടം എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ആദ്യം പറഞ്ഞോടത്തേക്ക് ഞാൻ വീണ്ടും തിരിച്ചു പോവുകയാണ്. ആവറേജ് 2000 കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന റേപ്പ് അല്ലെങ്കിൽ പോക്സോ കേസുകൾ ആവറേജ് 1500-2000 കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന കേരളം എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനത്തിൽ 1 കേസ് 2 കേസ് മാത്രമാണ് ഇത്തരത്തിലുള്ള ചർച്ച ചെയ്യപ്പെടുന്ന കേസുകൾ. ബാക്കിയുള്ള കേസുകൾക്ക് എന്തുകൊണ്ട് ഈ ചർച്ച ഉണ്ടാവുന്നില്ല? അവർക്ക് ന്യായം കിട്ടുന്നുണ്ടോ ഇല്ലയോ അന്വേഷിക്കുന്നില്ലല്ലോ. അവർക്ക് മാധ്യമ വിചാരണ നടത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ഇത്തരത്തിലൊരു ഫിയർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ, ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ന്യായമായിട്ടുള്ളൊരു വിധി വിക്ടിംസിന് കിട്ടില്ല എന്നാണോ മനസ്സിലാക്കുന്നത്? അല്ലല്ലോ. അവിടെയും വിധി നടക്കുന്നുണ്ട്, വിചാരണ നടക്കുന്നുണ്ട്, സുതാര്യമായ രീതിയിൽ വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്. കൺവിക്ഷൻ റേറ്റും നമ്മുടെ അത്ര മോശമൊന്നുമല്ല. അതായത് വളരെ ചെറിയൊരു അനുപാതത്തിലുള്ള കേസുകളിൽ മാത്രമാണ് പ്രതികൾ രക്ഷപ്പെട്ടു പോകുന്നത് അല്ലെങ്കിൽ പ്രതികളെ അക്യൂറ്റ് ചെയ്തു പോകുന്നത്. കൂടുതൽ പേഴ്സൻറ്റേജ് ഓഫ് കൺവിക്ഷൻസ് ആണ് വരുന്നത്. അപ്പോൾ ജുഡീഷ്യൽ സിസ്റ്റം വൃത്തിയായി പ്രവർത്തിക്കാൻ ഇത്തരത്തിലുള്ള പബ്ലിക് ഫിയർ ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു മാധ്യമ വിചാരണ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ വിചാരണ നടത്തണം എന്ന് നിർബന്ധമൊന്നുമില്ല. അത് വ്യക്തമായ വ്യക്തിപരമായ അല്ലെങ്കിൽ താല്പര്യങ്ങൾക്ക് വേണ്ടി നടന്നു പോകുന്ന ഒരു കാര്യമാണ്. അതിലകപ്പെടാതിരിക്കുക. നമ്മൾ പ്രമുഖമായ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഡിസംബർ 8-ാം തീയതി ആക്ടർ ദിലീപ് പ്രതിപ്പട്ടികയിൽ വന്ന കേസിൻ്റെ വിചാരണയുടെ അന്തിമ തീരുമാനം നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പബ്ലിക് ഒപ്പീനിയൻസും മോറൽ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു കേസാണ്. 8 വർഷം എടുത്തു നമ്മൾ അന്തിമ വിധിയിലേക്ക് എത്തുമ്പോൾ. അപ്പോൾ പൊതുവേ ഒരു സെയിങ് ഉണ്ടല്ലോ, ജസ്റ്റിസ് ഡിലൈഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന്. സാറിന് അങ്ങനെ തോന്നുന്നുണ്ടോ? എങ്ങനെ പറയാൻ കഴിയും? ആ കേസ് 2017 രജിസ്റ്റർ ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ലിറ്റിഗേഷൻ പ്രോസസ്സ് കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. വിക്ടിം ഹൈക്കോടതിയെ സമീപിക്കുന്നു, പ്രതി ഹൈക്കോടതിയെ സമീപിക്കുന്നു,
കേരള സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നു. ഇതിനെല്ലാം വിധിന്യായങ്ങൾ വരുന്നു, ഡയറക്ഷൻസ് വരുന്നു. ഈ ഡയറക്ഷൻസ് അനുസരിച്ച് പല രീതിയിലും ഈ കേസിന്റെ അന്വേഷണത്തിലും വിചാരണയ്ക്കും കാലതാമസങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി പരിഗണിക്കണ്ടേ? അതായത് നമ്മൾ ഈ പറഞ്ഞ ഒരു പബ്ലിക് അറ്റൻഷൻ കിട്ടിയ ഒരു കേസിൽ പ്രോസിക്യൂഷൻ സർക്കാർ കുറച്ചുകൂടി വിജിലൻ്റായി, അവർ ഒരു തരത്തിലും പാളീച്ചകൾ സംഭവിക്കാതിരിക്കാൻ വിജിലൻ്റായി നിന്നുകൊണ്ട് തന്നെ ഹൈക്കോടതിയും സുപ്രീം കോടതിയൊക്കെ സമീപിക്കാനായിട്ട് തയ്യാറായി. ഞാൻ ഈ പറഞ്ഞ ആദ്യം ചോദിച്ച 2000 കേസുകളിൽ എന്താ ഹൈക്കോടതി പോവാത്തെ, എന്താ സുപ്രീം കോടതി പോവാത്തെ? ഈ കേസിൽ ഈ പ്രമുഖർ ഉൾപ്പെട്ട കേസിൽ വിക്ടിമിന് അവരാവശ്യപ്പെടുന്ന രീതിയിൽ ഒരു ലേഡി ജഡ്ജിനെ വിട്ട് വിചാരണ നടത്താനായിട്ട് വേണമെന്ന ആവശ്യം ഹൈക്കോടതി അംഗീകരിക്കുന്നു. അതിനുശേഷം അതേ വിക്ടിം ഹൈക്കോടതിയിൽ വന്ന് ആ ജഡ്ജിനെ മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ ഈ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ 2000 കേസിൽ അവിടെയും വിക്ടിംസ് തന്നെയാണ്. അവർക്ക് ഹൈക്കോടതി വരാൻ കഴിയാഞ്ഞിട്ടോ സുപ്രീം കോടതി പോകാൻ കഴിയാഞ്ഞിട്ടോ അല്ല, വിചാരണ അതിൻ്റെതായ രീതിയിൽ നടക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി ഒരു കേസിന് കിട്ടുമ്പോൾ മാത്രം സെപ്പറേറ്റ് പ്രൊസീജിയേഴ്സും സെപ്പറേറ്റ് കാര്യങ്ങളും എന്നുള്ള രീതി മാറ്റേണ്ടത് വളരെ അനിവാര്യമായ ഒരു അവസ്ഥയാണ്. അത് നടക്കുന്നില്ല എന്നത് സത്യത്തിൽ ദുഃഖകരമാണ്. നടൻ ദിലീപ് 8ാമതാണ് പ്രതിപ്പട്ടികയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സെഷൻസ് അതിനകത്തുണ്ട്, ഗൂഢാലോചന, അങ്ങനെ ഒരുപാട് സെഷൻസ് ഉണ്ട്. അപ്പോൾ ഈ 8ാമത്തെ പ്രതിപ്പട്ടികയിൽ വന്ന ആളും 1ാമത്തെ പ്രതിപ്പട്ടികയിൽ നിൽക്കുന്ന ആളും ഇവർ രണ്ടും ഈക്വലി ഇൻവോൾവ് ആണ് ഇതിനകത്ത്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് വന്നത് എന്തുകൊണ്ടാണ്? അതായത് ഒരു ആക്ട് കമ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു കേസ് സംഭവിക്കുകയാണ്, ഒരു റേപ്പ് പോലെയുള്ള ഒരു കേസ് സംഭവിക്കുമ്പോൾ ആ ആക്ടിൽ നേരിട്ട് ഇൻവോൾവ് ചെയ്ത ആൾക്കാരെ ആദ്യ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അന്വേഷണം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ അന്വേഷണത്തിൻ്റെ തുടരന്വേഷണ വേളകളിലാണ് ഇതിനകത്ത് ആരൊക്കെ കൂടുതൽ ഇൻവോൾവ് ആയിട്ടുണ്ട്, അവരുടെയൊക്കെ റോൾ എന്തായിരുന്നു, അവരൊക്കെ എത്തരത്തിൽ ഈ കേസിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അങ്ങനെയാണ് പിന്നീടുള്ള പ്രതികൾ ഈ പ്രതിപ്പട്ടികയിലേക്ക് വരുന്നതും. അപ്പോൾ ഈ 1ാം പ്രതിയും 8ാം പ്രതിയും തമ്മിലുള്ള ഒരു അകലം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ, 1ാം പ്രതിക്കെതിരെ വന്നിരിക്കുന്ന അലിഗേഷൻ എന്ന് പറഞ്ഞാൽ പ്യുവർലി ഹി ഹാഡ് കമ്മിറ്റഡ് ദി ഒഫൻസ്. അയാൾ ആ കുറ്റകൃത്യത്തിൽ നേരിട്ട് ഉൾപ്പെട്ടിട്ടുണ്ട്, കുറ്റകൃത്യം ചെയ്തു എന്നുള്ളതാണ് അലിഗേഷൻ. ചെയ്തു എന്ന് ഞാൻ പറയില്ല, അലിഗേഷൻ. 8ാം പ്രതി അതിന് ഒത്താശ ചെയ്തു കൊടുത്തു അല്ലെങ്കിൽ ആ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നുള്ളത് കൊണ്ട് 120B IPC എന്ന വകുപ്പ് ചേർത്താണ് ആ പർട്ടിക്കുലർ വ്യക്തിയെ പ്രതിപ്പട്ടികയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ അന്വേഷണ വേളയിൽ പ്രതികൾ ഒഴിവാക്കപ്പെടാം, പ്രതികൾ ആഡ് ചെയ്യപ്പെടാം. അത് അന്വേഷണത്തിൻ്റെ വളരെ ഒരു നോർമൽ പ്രോസസ്സാണ്. ഈ കേസിൽ മാത്രമായിട്ടൊരു പ്രത്യേകതയൊന്നും സംഭവിച്ചിട്ടില്ല. 27 തവണയാണ് കേസ് മാറ്റി വെച്ചത്. ഇപ്പോൾ നടൻ ദിലീപ് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും കോടതി ശിക്ഷ വിധിക്കുക? കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് മേജർ ഒഫൻസസ് എന്തൊക്കെയാണോ വന്നിരിക്കുന്നത് ആ ഒഫൻസുകളുടെ കമ്മീഷന് അല്ലെങ്കിൽ ആ ഒഫൻസുകൾ കമ്മിറ്റ് ചെയ്യാൻ ഗൂഢാലോചന നടത്തി എന്നുള്ള കുറ്റകൃത്യം തെളിഞ്ഞതുകൊണ്ടായിരിക്കും നടൻ ദിലീപ് ഇവിടെ കുറ്റക്കാരനായിട്ട് അല്ലെങ്കിൽ ശിക്ഷാവിധി നേരിടേണ്ടി വരുന്നത്. അപ്പോൾ ആ മേജർ ഒഫൻസുകൾക്ക് വരുന്ന ശിക്ഷ എന്താണോ അത് തന്നെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളും നേരിടേണ്ടതായിട്ട് വരും.